എല്ലാവർക്കും നമസ്കാരം. കെയർ ഹെൽത്ത് ഇൻഷുറൻസിന്റെ ഏറ്റവും പുതിയ പ്രൊഡക്റ്റായ അൾട്ടിമേറ്റ് കെയർ എന്ന പ്ലാനിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. ഒരുപാട് ബെനിഫിറ്റോട് കൂടി ഇറങ്ങിയിട്ടുള്ള ഒരുപാട് പുതിയ ഇൻഡസ്ട്രി ന്യൂ ഫീച്ചേഴ്സ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള പ്ലാനാണ് അൾട്ടിമേറ്റ് കെയർ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുതിയ പ്രത്യേകത, 5 വർഷം ക്ലെയിം ഇല്ലാതെ ഇരുന്ന് കഴിഞ്ഞാൽ ഫസ്റ്റ് ഇയർ പ്രീമിയം തിരിച്ചു കൊടുക്കും. ഇതിൽ ഞാൻ ഇപ്പോൾ ഈ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുമ്പോൾ കണ്ടിട്ടുള്ളത്, നമ്മുടെ ഒരു 10 കസ്റ്റമേഴ്സ് ചേർന്ന് കഴിഞ്ഞാൽ അതിലൊരു 1-2 പേർക്കാണ് ക്ലെയിം വരിക, 8 പേർക്ക് ക്ലെയിം വരില്ല, 5-10 കൊല്ലം ക്ലെയിം വരാത്ത ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പൊ ആ കസ്റ്റമേഴ്സിനെ അഡ്രസ് ചെയ്തുകൊണ്ട് കമ്പനി കെയർ ഹെൽത്ത് ഇൻഷുറൻസ് കൊണ്ടുവന്നിട്ടുള്ള ഒരു പുതിയ ഫീച്ചറാണ് ആദ്യത്തെ 5 കൊല്ലം ക്ലെയിം ഇല്ലെങ്കിൽ ഫസ്റ്റ് ഇയർ പ്രീമിയം തിരിച്ചു കൊടുക്കും എന്നുള്ള ഫീച്ചർ. അത് കഴിഞ്ഞ് പിന്നെയും 5 കൊല്ലം ഇല്ലെങ്കിൽ 6ാമത്തെ കൊല്ലത്തെ പ്രീമിയം തിരിച്ചു കൊടുക്കും എന്നുള്ള ഫീച്ചർ പുതിയൊരു ഇൻഡസ്ട്രി ഫസ്റ്റ് ഫീച്ചറാണ്. അതുപോലെ തന്നെ കസ്റ്റമേഴ്സിന് വെൽക്കം ഡിസ്കൗണ്ട് ആയിട്ട് 30% ഡിസ്കൗണ്ട്, അതായത് ഇപ്പൊ ഡിസ്കൗണ്ട് കാലമാണല്ലോ, ഡിസ്കൗണ്ട് ഉള്ള സ്ഥലത്തേക്കാണല്ലോ നമ്മുടെ എല്ലാവരും പോകുന്നത്. അപ്പോൾ കസ്റ്റമേഴ്സിന് പുതിയ കസ്റ്റമർ വരുമ്പോൾ 30% വെൽക്കം ഡിസ്കൗണ്ട് ഫസ്റ്റ് ഇയർ, 20% സെക്കൻഡ് റിന്യൂവൽ ചെയ്യുമ്പോൾ 20%, തേർഡ് ഇയർ 10%. അതായത് ഫസ്റ്റ് 3 ഇയേഴ്സ് കസ്റ്റമേഴ്സിന് ഡിസ്കൗണ്ട് കൊടുക്കുന്ന ഒരു ഫീച്ചർ, അതായത് പുതിയ കസ്റ്റമേഴ്സിന് ഡിസ്കൗണ്ട് കൊടുക്കുന്ന ഒരു ഫീച്ചർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 5 കൊല്ലത്തെ പ്രീമിയം ഒരുമിച്ച് അടക്കാവുന്ന ഫീച്ചർ, അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ആയിട്ടാണ് ഈ പ്ലാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ പ്ലാന്റെ മുഴുവൻ ഡീറ്റെയിൽസും അറിയാൻ വേണ്ടി വീഡിയോ അവസാനം വരെ കാണുക. ഈ ചാനൽ നിങ്ങൾ കാണുന്നത് ആദ്യമായിട്ടാണെങ്കിൽ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എന്റെ പേര് ബിനോയ്. ഇൻഷുറൻസ്, ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ബാങ്കിംഗ് രംഗത്ത് കഴിഞ്ഞ 20 കൊല്ലമായി പ്രവർത്തിക്കുന്നു. ആദ്യം തന്നെ ഈ പ്ലാന്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ നോക്കാം. അതിനുശേഷം പ്ലാനിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പ്ലാന്റെ എല്ലാ എലിജിബിലിറ്റി ക്രൈറ്റീരിയയും കാര്യങ്ങളും ഫീച്ചേഴ്സും നോക്കാം. പ്രധാനപ്പെട്ട ഇമ്പോർട്ടന്റ് ഫീച്ചേഴ്സ് ആദ്യം നമുക്ക് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തത്, ക്ലെയിം ഇല്ലെങ്കിൽ പ്രീമിയം പേ ബാക്ക് എന്ന ഫീച്ചറാണ് ഇൻഡസ്ട്രി ഫസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. 5 കൊല്ലം ക്ലെയിം ഇല്ലെങ്കിൽ ഫസ്റ്റ് ഇയർ പ്രീമിയം തിരിച്ചു കൊടുക്കുന്ന ആദ്യമായിട്ടാണ് ഒരു കമ്പനി കൊണ്ടുവരുന്നത്. ആ ഫീച്ചർ ഈ പ്ലാനിൽ കമ്പനി കെയർ ഹെൽത്ത് ഇൻഷുറൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ ഇൻഫിനിറ്റി ബോണസ്, അത് പുതിയതല്ല, ഇത് തൊട്ട് മുന്നത്തെ സ്റ്റാറിന്റെ പ്രൊഡക്റ്റിൽ വന്നിട്ടുണ്ട്. 100% സം ഇൻഷുർഡ് ഇൻക്രീസ് ചെയ്യുന്നു. എത്ര തവണ ക്ലെയിം വന്നാലും ഇല്ലെങ്കിലും എവറി ഇയർ 100% ക്ലെയിം കൂടുന്ന ഫെസിലിറ്റി. അതായത് എക്സാമ്പിൾ പറഞ്ഞാൽ 10 ലക്ഷത്തിന്റെ പ്ലാൻ എടുത്തു, ഒരു 35 വയസ്സുള്ള ആൾ എടുത്തു കഴിഞ്ഞാൽ ഒരു 20 കൊല്ലത്തിനുള്ളിൽ അത് 3 കോടി, അതായത് 10 ലക്ഷം 20 ലക്ഷമാവും, 30 ലക്ഷമാവും, 40 ലക്ഷമാവും, അങ്ങനെ കൂടി 2 കോടിയോ 3 കോടിയോ എത്തുന്നത്. ഇതൊരു ആഡഡ് ഫീച്ചർ ആണ്, അതായത് ഇൻബിൽറ്റ് അല്ല, അത് നമ്മൾ ആഡ് ഓൺ ആണ് എന്നുള്ള കാര്യം ഓർക്കുക. അതുപോലെ തന്നെ ലോയൽറ്റി ബൂസ്റ്റ്, 7 കൊല്ലം നമുക്ക് ക്ലെയിം ഇല്ലാതിരുന്ന, 5 കൊല്ലത്തെ കാര്യം പറഞ്ഞു, 5 കൊല്ലത്തെ ക്ലെയിം ഇല്ലെങ്കിൽ ഫസ്റ്റ് ഇയർ പ്രീമിയം തിരിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞു. 7 കൊല്ലം ക്ലെയിം ഇല്ലാതിരിക്കുന്ന കസ്റ്റമറിന്റെ ബേസ് സം അഷ്യൂർഡ് ഡബിൾ ചെയ്യും. അതായത് ബേസ് സം അഷ്യൂർഡ് ഇമ്പോർട്ടൻസ് വെച്ചാൽ അത് വളരെ ഇമ്പോർട്ടന്റ് ഒരു കാര്യമാണ്. കാരണം അതുവരെയാണ് നമ്മുടെ എന്താ പറയുക, ഒരു പോളിസി ഏറ്റവും ഇമ്പോർട്ടന്റ് വരുന്നത് സം ഇൻഷുർഡ് ആണല്ലോ. അപ്പോൾ 10 ലക്ഷത്തിന്റെ പോളിസി ആണെങ്കിൽ 7 കൊല്ലം ക്ലെയിം ഇല്ലെങ്കിൽ അത് 20 ലക്ഷം സം അഷ്യൂർഡ് ആയി മാറും. ബേസ് സം അഷ്യൂർഡ് വലിയൊരു കാര്യമാണ്. അതുപോലെ തന്നെ 5 കൊല്ലത്തെ ടെന്യൂർ ഉണ്ട്, അതായത് 5 വർഷത്തെ പ്രീമിയം ഒരുമിച്ച് അടക്കാനുള്ള ഫീച്ചർ ഈ പ്ലാനിലുണ്ട്. അതിൽ തന്നെ ടെന്യൂർ മൾട്ടിപ്ലയർ എന്നൊരു കാര്യം കൂടി കൊടുത്തിട്ടുണ്ട്. അതായത് അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. 5 കൊല്ലത്തെ പ്രീമിയം ഒരാൾ ഒരുമിച്ച് അടച്ചു എന്ന് കരുതുക. എക്സാമ്പിൾ പറയുകയാണ്, 10 ലക്ഷത്തിന്റെ പോളിസിയാണ് എടുത്തിരുന്നത്, 5 കൊല്ലത്തെ പ്രീമിയം ഒരുമിച്ച് അടച്ചു. അപ്പോൾ നമ്മൾ ടെന്യൂർ ഡിസ്കൗണ്ട് കംപ്ലീറ്റ് ഉണ്ട്, അതായത് ഓരോ കൊല്ലത്തെയും ടെന്യൂർ ഡിസ്കൗണ്ട്സ് കിട്ടും. അതിനുശേഷം ഫസ്റ്റ് ഇയർ തന്നെ ആൾക്ക് എന്തെങ്കിലും ഒരു വലിയൊരു 30 ലക്ഷത്തിന്റെ എന്തെങ്കിലും ലിവർ ട്രാൻസ്പ്ലാന്റ് പോലത്തെ എന്തെങ്കിലും 30 ലക്ഷം 40 ലക്ഷത്തിന്റെ വന്നു കഴിഞ്ഞാൽ സാധാരണ പ്ലാനുകളിൽ 10 ലക്ഷം തന്നെയല്ലേ ഉണ്ടാവുള്ളൂ, അതായത് ബേസ് സം അഷ്യൂർഡ്. പക്ഷെ ഈ 5 കൊല്ലത്തെ പ്രീമിയം അടച്ചത് കാരണം ഫസ്റ്റ് ഒരു തവണ, അതായത് പോളിസിയുടെ പരിധിയിൽ ഒരു തവണ 50 ലക്ഷം രൂപ വരെ, അതായത് 5 കൊല്ലം 5 × 10 50 ലക്ഷത്തിന്റെ ഒരു തവണ നമുക്ക് മാക്സിമം സം അഷ്യൂർഡ്, അതായത് 50 ലക്ഷം വരെയുള്ള സം അഷ്യൂർഡ് ഉപയോഗിക്കാനുള്ള ഫീച്ചർ ഉണ്ട്. അതായത് ഒരുമിച്ച് 5 കൊല്ലത്തെയോ 3 കൊല്ലത്തെയോ പ്രീമിയം ഒരുമിച്ച് അടച്ചാലാണ് ഈ ടെന്യൂർ മൾട്ടിപ്ലയർ ഡിസ്കൗണ്ട് കിട്ടുക. ഈ ഫീച്ചറിനെ കുറിച്ച് കറക്റ്റ് ആയിട്ട് മനസ്സിലായില്ലെങ്കിൽ എന്റെ വാട്സ്ആപ്പ് നമ്പർ ഉണ്ട്, അതിൽ എനിക്ക് വാട്സ്ആപ്പ് ചെയ്യാം, അല്ലെങ്കിൽ എന്നെ വിളിക്കാം, ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. അതുപോലെ തന്നെ വേറൊരു ഫീച്ചർ എന്ന് വെച്ചാൽ ഗ്രേസ് പീരീഡിലും ഇതിൽ കവറേജ് ഉണ്ട്. പൊതുവെ ഗ്രേസ് പീരീഡിൽ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികൾ കവർ കൊടുക്കാറില്ല. ഇത് നമ്മുടെ 1 ഇയർ കഴിഞ്ഞിട്ടുള്ള 30 ഡേയ്സ് ഗ്രേസ് പീരീഡിലും പ്ലാൻ കവറേജ് ഉണ്ട്. അത് വളരെ ഒരു ഇമ്പോർട്ടന്റ് ഫീച്ചറാണ്. നമ്മുടെ അറിയാതെയെങ്കിലും നമ്മുടെ ഡേറ്റ് മിസ്സായി പോയാലും കവറേജ് കിട്ടുമെന്നുള്ള ഫീച്ചർ ഇതിലുണ്ട്. അപ്പം ഇപ്പോൾ ഈ ഫീച്ചേഴ്സാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തുക. അതുപോലെ ഈ പ്ലാന്റെ പ്രധാനപ്പെട്ട ഡിസ്കൗണ്ട് വെൽനസ് ഡിസ്കൗണ്ട് ആണ്. വെൽനസ് ഡിസ്കൗണ്ട് കെയർ ഹെൽത്തിന്റെ ആപ്പ് വെച്ചാണ് ചെയ്യുന്നത്.
30% വരെ വെൽനസ് ഡിസ്കൗണ്ട് നെക്സ്റ്റ് ഇയർ പ്രീമിയത്തിൽ കുറവ് കിട്ടും. അതായത് 270 ദിവസം 10,000 സ്റ്റെപ്സ്, ഓരോ ദിവസവും 10,000 സ്റ്റെപ്സ് നടന്ന് അങ്ങനെ 270 ദിവസം നടക്കുകയാണെങ്കിൽ 30% ഡിസ്കൗണ്ട് കിട്ടും. കെയർ ഹെൽത്തിന്റെ ആപ്പ് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അതുപോലെ തന്നെ 240 ദിവസമാണ് ഒരു വർഷം നടക്കുന്നതെങ്കിൽ 20% ഡിസ്കൗണ്ട് നെക്സ്റ്റ് ഇയർ പ്രീമിയത്തിൽ കുറവ് കിട്ടും. 180 ദിവസമാണ് നമ്മൾ 10,000 സ്റ്റെപ്പ് വെച്ച് നടക്കുന്നത് എങ്കിൽ 15% ഡിസ്കൗണ്ട് റിന്യൂവൽ പ്രീമിയത്തിൽ കിട്ടും. 120 ദിവസമാണ് നമ്മൾ 10,000 സ്റ്റെപ്സ് വെച്ച് നടക്കുന്നതെങ്കിൽ നമുക്ക് 10% റിന്യൂവൽ പ്രീമിയത്തിൽ കുറവ് കിട്ടും എന്നുള്ള ഫീച്ചർ ഈ പ്ലാൻ അവൈലബിൾ ആണ്. പ്ലാന്റെ ബേസിക് ഫീച്ചേഴ്സിനെ കുറിച്ച് നോക്കാം. പ്ലാന്റെ സം ഇൻഷ്യൂർഡ് വരുന്നത് 5 lakh, 7 lakhs, 10 lakhs, 15 lakhs, 20 lakhs, 25 lakhs, 50 lakh and 1 crore ഈ സം ഇൻഷ്യൂർഡുകൾ നമുക്ക് ചൂസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഇൻപേഷ്യന്റിനും ഡേ കെയറിനും അപ് ടു സം ഇൻഷ്യൂർഡ് കവറേജ് കിട്ടും. റൂം റെന്റ് ക്യാപ്പിംഗ് ഇല്ല. ഏത് കാറ്റഗറി റൂമാണ് അവൈലബിൾ ഇല്ലാതെ എടുക്കാം. അതായത് ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് പ്രൈവറ്റ് AC റൂമോ അല്ലെങ്കിൽ സ്യൂട്ട് റൂമോ എന്ത് റൂമാണ് അവൈലബിൾ എങ്കിൽ ആ റൂം എടുക്കാം. റൂം റെന്റ് ക്യാപ്പിംഗ് ഇല്ല. അതുപോലെ ICUവിന് ലിമിറ്റ് ഇല്ല. അപ് ടു സം ഇൻഷ്യൂർഡ് ഉണ്ട്. ICUവിന് ക്യാപ്പിംഗ് ഇല്ല. അതുപോലെ പ്രീ ഹോസ്പിറ്റലൈസേഷൻ 60 ദിവസം, അതായത് നമ്മൾ അഡ്മിറ്റ് ആവുന്നതിന് 60 ദിവസം മുൻപ് വരെയുള്ള ബില്ലുകൾ നമുക്ക് സബ്മിറ്റ് ചെയ്ത് ക്യാഷ് മേടിക്കാൻ സാധിക്കും. റീഇംബേഴ്സ്മെന്റ് രീതിയാണ് പ്രീ ഹോസ്പിറ്റലൈസേഷൻ നമ്മൾ അവലംബിക്കേണ്ടത്. അതുപോലെ തന്നെ പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ 90 ദിവസം, ഡിസ്ചാർജ് ആയതിനു ശേഷം 90 ദിവസം വരെയുള്ള ബില്ലുകൾ നമുക്ക് ക്യാഷ് ആക്കി മാറ്റിയെടുക്കാൻ സാധിക്കും കമ്പനിക്ക് അയച്ചു കൊടുത്തിട്ട്. അതുപോലെ തന്നെ ആയുർവേദം, യുനാനി, ഹോമിയോ, സിദ്ധ അപ് ടു സം ഇൻഷ്യൂർഡ് കവേർഡ് ആണ്. 100% കവറേജ് ആണ്. ഡൊമിസിലറി ഹോസ്പിറ്റലൈസേഷൻ, രോഗിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ ബെഡില്ലാത്ത അവസ്ഥയിൽ ഡൊമിസിലറി ഹോസ്പിറ്റലൈസേഷൻ അപ് ടു സം ഇൻഷ്യൂർഡ് കവേർഡ് ആണ്. ഓർഗൻ ഡോണർ എക്സ്പെൻസ് അപ് ടു സം ഇൻഷ്യൂർഡ് കവേർഡ് ആണ്. ആംബുലൻസ് ആൻഡ് എയർ ആംബുലൻസ് അപ് ടു സം ഇൻഷ്യൂർഡ് കവേർഡ് ആണ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടി പറയുന്നു, ലൈക്ക് അമർത്തുക. ഇതില് ബോണസ് ഉള്ളത് 50% വെച്ചാണ് കൂടുക. 100% വരെ പോകും. അത് ഇൻബിൽട്ട് ആയിട്ടുള്ളത്. ആഡ് ഓൺ ഫീച്ചർ ആയിട്ടുള്ള ഇൻഫിനിറ്റി ബോണസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ വർഷവും 100% കൂടുന്ന ഇൻഫിനിറ്റി ബോണസ് അത് റൈഡർ ആണ് ആഡ് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് റീചാർജ് ഇതിൽ അവൈലബിൾ ആണ്. അൺലിമിറ്റഡ് ടൈംസ് ഓട്ടോമാറ്റിക് റീചാർജ്, ബേസിക് സമ്മർഷോട് തീരുന്നതിനനുസരിച്ച് ഓട്ടോമാറ്റിക് റീചാർജ് വർക്ക്ഔട്ട് ചെയ്യുന്ന ഫീച്ചറാണ്. റീചാർജ് എന്ന് പറയും, റെസ്റ്റോറേഷൻ എന്ന് പറയും. ആ ഫീച്ചർ ഇതിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ലോയൽറ്റി ബൂസ്റ്റ്, ഞാൻ നേരത്തെ പറഞ്ഞു, അത് 7 കൊല്ലം ക്ലെയിം ഇല്ലാതിരിക്കുന്ന അവസ്ഥയിൽ ബേസ് സമ്മർഷ്യൂർഡ് ഡബിൾ ആവുന്ന ഫീച്ചർ ഇതിൽ ഉണ്ട്. അതുപോലെ തന്നെ മെഡി വൗച്ചർ എന്നൊരു ഫീച്ചർ ഉണ്ട്. അതായത് ഫസ്റ്റ് ഇയർ റിന്യൂവൽ കഴിഞ്ഞാൽ 2 ഫാർമസി വൗച്ചേഴ്സ് തരും. 250 രൂപയുടെ. അത് നമുക്ക് ഫാർമസിയിൽ കൊണ്ടുപോയി നമുക്കത് മാറി മരുന്ന് മേടിക്കാവുന്നതാണ്. അതുപോലെ പ്രീമിയം പേ ബാക്കിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. 5 കൊല്ലം ക്ലെയിം ഇല്ലെങ്കിൽ ഫസ്റ്റ് ഇയർ പ്രീമിയം തിരിച്ചു തരും. അതിനുശേഷം വീണ്ടും അടുത്ത 5 കൊല്ലം ക്ലെയിം ഇല്ലെങ്കിൽ 10ാമത്തെ കൊല്ലം 6ാമത്തെ കൊല്ലം പ്രീമിയം തരും. അത് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ പ്രീമിയം തിരിച്ചിരുന്ന ഫീച്ചർ ഉണ്ട്. വെൽനസ് ഡിസ്കൗണ്ട് ഉണ്ട്. ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തു. 30% ഡിസ്കൗണ്ട് വരെ കിട്ടും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ 270 ദിവസത്തെ നമ്മൾ 10,000 സ്റ്റെപ്പ് വെച്ച് നടക്കുകയാണെങ്കിൽ 30% ഡിസ്കൗണ്ട് കെയർ ഹെൽത്തിന്റെ ആപ്പ് വെച്ചിട്ടാണ്. 30% ഡിസ്കൗണ്ട് മിനിമം 120 ഡേയ്സിൽ നടക്കണം. 10% ഡിസ്കൗണ്ട് 10,000 സ്റ്റെപ്പ് നടക്കുകയാണെങ്കിൽ. ഈ പ്ലാൻ ന്യൂ ബോൺ വെയിറ്റിംഗ് പീരീഡ് ഇല്ല. 90 ഡേയ്സ് ആണ് സാധാരണ എല്ലാ പ്ലാനും ന്യൂ ബോൺ വെയിറ്റിംഗ് പീരീഡ്. ഇതിൽ ന്യൂ ബോൺ വെയിറ്റിംഗ് പീരീഡ് ഇല്ല. നമുക്ക് day 1 കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ നമുക്ക് കുട്ടിയെ പോളിസിയിൽ ആഡ് ചെയ്യാൻ സാധിക്കും. അതുപോലെ അൺലിമിറ്റഡ് കൺസൾട്ടേഷൻ ഈ പ്ലാനിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഈ പ്ലാന്റെ എലിജിബിലിറ്റി കണ്ടീഷൻസ് നോക്കാം. എലിജിബിലിറ്റി മിനിമം 18 years ആണ്. മാക്സിമം ഏജിന് ലിമിറ്റ് ഇല്ല ഈ പ്ലാനിൽ. അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ പോളിസി ആയിട്ടും നമുക്ക് ഫാമിലി ഫ്ലോട്ടർ ആയിട്ട് എടുക്കാം. ഇൻഡിവിജ്വൽ പോളിസിയിൽ മാക്സിമം 6 പേഴ്സൺസിനെയാണ് ആഡ് ചെയ്യാൻ പറ്റുന്നത്. മൾട്ടി ഇൻഡിവിജ്വൽ ആയിട്ട് എടുക്കുമ്പോൾ ഫാമിലി ഫ്ലോട്ടിൽ 2 adult 2 children ആഡ് ചെയ്യാൻ സാധിക്കും. ടെന്യൂർ 1, 2, 3, 4, 5, അത് 1 കൊല്ലത്തെ പ്രീമിയം അടയ്ക്കാം. 2 കൊല്ലം, 3 കൊല്ലം, 5 കൊല്ലത്തെ പ്രീമിയം ഒരുമിച്ച് അടയ്ക്കാവുന്ന ഫീച്ചർ അവൈലബിൾ ആണ്. പ്രൈസിംഗ് സോൺ വൈസ് പ്രൈസിംഗ് ആണ് ഇതിൽ വരുന്നത്. അതുപോലെ തന്നെ ഇനീഷ്യൽ വെയിറ്റിംഗ് പീരീഡ് 30 ദിവസമാണ്. നമ്മൾ പ്ലാൻ എടുത്ത് 30 ദിവസം കഴിഞ്ഞ് 34 ദിവസം തൊട്ടാണ് നമുക്ക് ഹോസ്പിറ്റലൈസേഷൻ അഡ്മിറ്റ് അങ്ങനെ അസുഖത്തിന് അഡ്മിറ്റ് ആവാൻ പറ്റുന്നത്. day 1 തൊട്ട് തന്നെ ആക്സിഡന്റ് കവർ ആണ്. സ്പെസിഫിക് വെയിറ്റിംഗ് പീരീഡ് 24 months ആണ്. PD വെയിറ്റിംഗ് പീരീഡ്, പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ് വെയിറ്റിംഗ് പീരീഡ് 36 months ആണ്. പക്ഷെ ഒരു റൈഡർ അവൈലബിൾ ആണ്. ഈ 36 മാസം എന്നുള്ളത് 24 മാസമാക്കിയോ 12 മാസമാക്കിയോ കുറയ്ക്കാനുള്ള റൈഡർ ഈ പ്ലാനിൽ അവൈലബിൾ ആണ്. ഗ്രേസ് പീരീഡ് കവറേജ് ഉണ്ട്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ പ്ലാൻ എടുത്ത് ഒരു വർഷം കഴിഞ്ഞ് പിന്നെ 30 ദിവസം ഗ്രേസ് പീരീഡ് ഉണ്ട്. ആ ഗ്രേസ് പീരീഡിലും കവറേജ് കണ്ടിന്യൂ ചെയ്യും എന്നുള്ള ഫീച്ചർ ഈ പ്ലാൻ അവൈലബിൾ ആണ്. ഇനി ഈ പ്ലാന്റെ ഓപ്ഷണൽ റൈഡേഴ്സിനെ കുറിച്ച് നോക്കാം. ഓപ്ഷണൽ റൈഡേഴ്സ് ആനുവൽ ഹെൽത്ത് ചെക്കപ്പ് വൺസ് ഇൻ ഇയർ, അത് റൈഡർ ആയിട്ട് എടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ ക്ലെയിം ഷീൽഡ് കൺസ്യൂമബിൾസിനെ കവർ ചെയ്യുന്നത് റൈഡർ ആണ്. അത് കൺസ്യൂമബിൾസ് കവറേജ് വേണമെങ്കിൽ അത് റൈഡർ എടുക്കണം. അതുപോലെ തന്നെ ഇൻഫിനിറ്റി ബോണസ്, ഞാൻ നേരത്തെ പറഞ്ഞു, ബോണസ് എവരി ഇയർ 100% കൂടുന്ന ഫീച്ചർ. അതായത് നമ്മൾ
ആ റൈഡർ എടുത്താൽ നമുക്ക് ഇപ്പൊ നമ്മൾ 10 ലക്ഷത്തിന്റെ പ്ലാൻ എടുത്തു, നമ്മൾ 10-20 കൊല്ലം കൊണ്ട് 2 കോടിയോ 3 കോടിയോ രൂപയിലേക്ക് സമ്മർഷോടെ എത്തണമെങ്കിൽ ഇൻഫിനിറ്റി ബോണസ് എന്ന റൈഡർ എടുക്കണം. അതുപോലെ തന്നെ ഇൻസ്റ്റന്റ് കവർ റൈഡർ ഉണ്ട്, അതായത് പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ് പറഞ്ഞു, പക്ഷെ നമുക്കിപ്പം ആസ്മ, ബ്ലഡ് പ്രഷർ, കൊളസ്ട്രോൾ, ഡയബറ്റീസ്, അല്ലെങ്കിൽ ഒബീസിറ്റി, ഹൈപ്പർ തൈറോയിഡിസം, കൊറോണറി ആർട്ടറി ഡിസീസ്, സ്റ്റെന്റ് ഇട്ട അവസ്ഥ, ഇതിനൊക്കെ നമുക്ക് ഡേ 1 കവറേജ്, അതായത് 34 ദിവസം തന്നെ കവറേജ് കിട്ടുന്ന ഇൻസ്റ്റന്റ് കവർ നമുക്ക് റൈഡർ ആയിട്ട് ഈ പ്ലാനിൽ ആഡ് ചെയ്യാവുന്നതാണ്. PD വെയിറ്റിംഗ് പീരീഡ് മോഡിഫിക്കേഷൻ, അതായത് 36 മാസമാണ് PD വെയിറ്റിംഗ് പീരീഡ്, അത് കുറച്ച് 24 മാസമോ 12 മാസമോ ആക്കാനുള്ള ഫെസിലിറ്റി റൈഡർ ഇതിൽ എടുക്കാവുന്നതാണ്. OPD റൈഡർ ഉണ്ട്, അതായത് 4 ജനറൽ പ്രാക്ടീഷണറും 4 സ്പെഷ്യലിസ്റ്റ് കൺസൾട്ടേഷൻ നമുക്ക് ഈ റൈഡർ എടുത്താൽ കിട്ടും. കെയർ ഹെൽത്ത് ഇൻഷുറൻസിന്റെ അൾട്ടിമേറ്റ് കെയർ എന്ന പ്ലാനിനെ കുറിച്ചുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യണം. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാം, എനിക്ക് വാട്സ്ആപ്പ് ചെയ്യാം. ഈ പ്ലാൻ പർച്ചേസ് ചെയ്യണമെങ്കിൽ എനിക്ക് വാട്സ്ആപ്പ് ചെയ്യാം, അല്ലെങ്കിൽ എന്നെ വിളിക്കാം. അല്ലെങ്കിൽ ബെസ്റ്റ് ഹെൽത്ത് ഇൻഷുറൻസ് കമ്പയർ ചെയ്ത് പർച്ചേസ് ചെയ്യണമെങ്കിൽ എന്നെ വിളിക്കാം, എനിക്ക് വാട്സ്ആപ്പ് ചെയ്യാം ഈ നമ്പറിൽ. അതുപോലെ തന്നെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ പുതിയ അപ്ഡേറ്റ്സും പുതിയ പ്രൊഡക്റ്റിനെ കുറിച്ചും പുതിയ ഹെൽത്ത് ഇൻഷുറൻസ്, ലൈഫ് ഇൻഷുറൻസ്, മ്യൂച്വൽ ഫണ്ട്, ഫിനാൻഷ്യൽ ബേസിക്സിനെ കുറിച്ചുള്ള അപ്ഡേറ്റ്സ് വരുന്ന വീഡിയോസ് കിട്ടുന്നതായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എന്തായാലും അമർത്തുക. അതുപോലെ തന്നെ അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും ബൈ ബൈ.